ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. നമ്മുടെ +2 റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികൾ മിസ്സിന് കുറേ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എക്സാമിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സാണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡൗട്ടുകൾക്കുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളോട് പറയട്ടെ, നമ്മൾ എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളോട് ഫസ്റ്റ്ലി പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ ലാസ്റ്റ് ചാൻസ് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു ഓപ്ഷനാണ് എക്സാം. ഇത് നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. ഫെയിൽഡായ കുട്ടികളോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ കൈവിട്ട് കളയാൻ പാടില്ല എക്സാം. കാരണം അത് കൈവിട്ട് കളഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് 100% മിസ്സിന് ഉറപ്പുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് മിസ് ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം. എക്സാം ഞങ്ങൾ എഴുതുന്നില്ല, ഞാൻ എന്തായാലും ഫെയിൽഡായി, ഞാൻ അവിടെ ഇരുന്നോട്ടെ ഫെയിലായിട്ട്, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. എക്സാം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ മാസത്തിൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ പാസ്സായ +2 കുട്ടികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് അടുത്ത സെക്ഷൻ പഠിക്കാനായിട്ടും സാധിക്കും. ആ ഒരു ഗുണം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കാം. ഇനി എന്താണ് എക്സാം എന്ന് പറഞ്ഞിട്ടെ. എക്സാമിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ്. മിസ്സസ് എക്സാം എന്താ, നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കിൻ്റെ കൂടെയാണോ ഇനിയുള്ള മാർക്ക് ആഡ് ചെയ്യുക എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. എക്സാം എന്ന് പറഞ്ഞാൽ +2 2025 മാർച്ചിൽ എക്സാം എഴുതിയ +2 ആണ്. +2 2025 മാർച്ചിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ എക്സാം എഴുതിയത് അതിൽ പാസ് മാർക്ക് ഇല്ലാത്ത സബ്ജക്റ്റുകൾ, പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ ഡബിൾ പാസ്സാണ് പറയുന്നത്. അതായത് ടോട്ടല് 48 മാർക്കോ 36 മാർക്കോ ഇല്ലാത്ത കുട്ടികൾ ആ സബ്ജക്റ്റ് ഫെയിൽഡ്, അവർക്ക് വേണ്ടി ഗവൺമെൻറ് ഒന്നും കൂടി ഒരു ചാൻസ് കൊടുക്കുന്ന ഒരു എക്സാം. അതായത് ഒന്നും കൂടി ആ സബ്ജക്റ്റുകൾ, ഇപ്പം നമ്മൾ പറഞ്ഞ 6 സബ്ജക്റ്റും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. 6 സബ്ജക്റ്റിൽ ഏത് സബ്ജക്റ്റാണോ നിങ്ങളുടെ ഫെയിലായിട്ടുള്ളത് ആ ഫെയിലായ സബ്ജക്റ്റ് ഒന്നുകൂടി പഠിച്ച് +2 ആണ് എക്സാം എഴുതേണ്ടത്, +1 അല്ല. +2ലുള്ള സബ്ജക്റ്റാണ് നമ്മൾ എക്സാമിന് എഴുതുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, സംശയങ്ങളാണ്. +2ലുള്ള സബ്ജക്റ്റ് ഇപ്പം അക്കൗണ്ടൻസി +1ലാണ് മിസ്സേ ഞാൻ ഫെയിൽഡ് ആയത്. +1 എനിക്ക് 7 മാർക്കും +2 എനിക്ക് 30 മാർക്കും ഉണ്ട്. ഞാൻ +2 പാസ്സായി അല്ലേ, +2 ശരിക്കും ആ കുട്ടി പാസ്സായി, പക്ഷേ +1 പാസ്സായോ ഇല്ല. പക്ഷേ ടോട്ടൽ 37 ഉള്ളൂ, അവർക്ക് 48 കിട്ടണം. അതായത് AFS 80-ലാണെങ്കിലാണ് കേട്ടോ പറയുന്നത്, 48 വേണം. അതുപോലെ എക്കണോമിക്സ് 7 ഉള്ളൂ, +1 +2 30 അപ്പോഴും പാസ്സായിട്ടില്ല, 37 ഉള്ളൂ. അപ്പം ഏത് ഇയർ പാസ്സായാലും ഏത് ഇയർ ഫെയിൽഡ് ആയാലും +2 ആണ് നിങ്ങൾ എക്സാമിന് എഴുതാം. +2 സബ്ജക്റ്റ് കുറേ കുട്ടികൾക്ക് +1 അക്കൗണ്ടൻസി ആണ് എളുപ്പം, എനിക്ക് +1 എക്സാം എഴുതിയാൽ മതി, അതൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇനിയുള്ളത് നിങ്ങൾ പഠിച്ച ലാസ്റ്റ് ഇയറിലെ +2 എക്സാമാണ്, അതാണ് എക്സാം വരിക. ഇനി അടുത്ത സംശയം, എത്ര സബ്ജക്റ്റ് എഴുതാം? എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും എഴുതാം, 6 സബ്ജക്റ്റും എഴുതാം. 6 ഫെയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6ഉം എക്സാം എഴുതാം. 5 എണ്ണാണെങ്കിൽ 5 എക്സാം എഴുതാം, 4 എണ്ണാണെങ്കിൽ 4 എണ്ണം എക്സാം എഴുതാം, 3 എഴുതാം, 2 എഴുതാം, ഈവൻ 1 എണ്ണം വേണമെങ്കിലും എക്സാം എഴുതാം. ഓക്കെ, അതിൽ ഒരു പ്രശ്നവും ഇല്ല. എത്ര വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇനി അടുത്തൊരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, +1 മാർക്കും +2 മാർക്കും ഒക്കെ വെച്ചിട്ട് അവർ പിന്നീട് ചോദിക്കുന്നത്, ഇപ്പം അവർക്ക് +2 12 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ +1 അവർക്ക് 10 മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ ടോട്ടൽ അവർക്ക് വരുന്നത് എത്രയാണ്? 10ഉം 12ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 22 മാർക്കാണ് കിട്ടുക. ഞാൻ എക്സാം എഴുതിയിട്ട് എക്സാം നമ്മൾ പറഞ്ഞു +1 എഴുതാൻ പറ്റില്ല എന്ന്, +2 എക്സാം എഴുതി കഴിഞ്ഞ് കിട്ടുന്ന മാർക്ക് ഈ മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുമോ എന്നുള്ളത് ഇല്ല, ഒരിക്കലും ഇല്ല. എന്താ പറ്റുള്ളൂ, +1 മാർക്ക് അവിടെ കെടുക്കും. ഈ 10ൻ്റെ കൂടെയാണ് നിങ്ങൾ ഇനി എക്സാം എഴുതിയ മാർക്ക് കിട്ടുക. അല്ലാതെ ഇപ്പോഴത്തെ +2 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടില്ല. നിങ്ങൾക്ക് +1 എഴുതിയ മാർക്കിൻ്റെ കൂടെ, ഇപ്പോൾ +1 10, ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്കൊരു 30 മാർക്ക് കിട്ടിയ ഈ 30 ഈ 10ൻ്റെ കൂടെ ആഡ് ചെയ്യുമെന്നല്ലാതെ ഇതിൻ്റെ ബാക്കിയല്ല നിങ്ങൾ വാങ്ങണ്ടേ. ഇപ്പം നിങ്ങൾ മാർച്ചിൽ എക്സാം എഴുതി കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, മാർച്ചിൽ എഴുതിയ എക്സാം റിസൾട്ടിൻ്റെ കൂടെ അല്ല നമ്മൾ എക്സാമിൻ്റെ മാർക്ക് കൂട്ടുക കേട്ടോ.
അത് ശ്രദ്ധിക്കുക. എക്സാം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു എക്സാം എഴുതുന്നു, അതിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടണം. ഇനി ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 27 മുൻപ് തന്നെ എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇപ്പം തന്നെ എല്ലാവരും പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടൈം കളയേണ്ട, കൂടുതലായിട്ടൊന്നും ആലോചിക്കും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എക്സാം ഒക്കെ എഴുതിയതിൻ്റെ റിസൾട്ട് എന്നാ വരും? വിതിൻ 1 month നമുക്ക് റിസൾട്ട് വരും. അതായത് ജൂലൈ ലാസ്റ്റിന് മുന്നേ തന്നെ നമുക്ക് റിസൾട്ട് വരും. നിങ്ങൾക്ക് കോളേജുകളിലെ ഒരു എന്താ പറയുക സ്പോട്ട് അഡ്മിഷനും ലാസ്റ്റ് അഡ്മിഷനും ഇപ്പോൾ ക്ലാസ് തുടങ്ങിയാൽ പോലും കോളേജുകളിൽ ക്ലാസ്സൊക്കെ തുടങ്ങി ഒരു 1 month ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അടുത്തൊരു സംശയം എന്ന് വെച്ചാൽ എക്സാമിന് നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാവും വരിക? ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ഈസി ആയിരിക്കും. നിങ്ങൾ പഠിച്ചേ പറ്റൂ, അല്ല നിങ്ങൾ പഠിക്കണം. അത് നമുക്ക് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 28 മാർക്ക്, ചിലപ്പോൾ ചില കുട്ടികൾക്കൊക്കെ 2 മാർക്കിനാണ് പോയിട്ടുണ്ടാവുക. അതായത് 48-ൽ 5 മാർക്ക് കുറവ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത്രയും ഒരു ചെറിയൊരു രീതിയിലൊരു ഹാർഡ് വർക്ക് എടുത്തിട്ട് നിങ്ങൾ പാസ്സാവാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല പോലെ എളുപ്പമുള്ള ടോപ്പിക്കുകളൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സിമ്പിളായിട്ട് വാങ്ങാം. ഇനി ഈ എക്സാമിൻ്റെ ബെനിഫിറ്റ് എന്താണ് എക്സാം എഴുതുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ഒന്നാമത്തെ ബെനിഫിറ്റ്, നിങ്ങൾക്ക് വർഷം വെറുതെ കളയണ്ട, ഇയർ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സാം എഴുതി പാസ്സായാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് ഉപരി പഠനത്തിലേക്ക് നിങ്ങളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. ഇല്ലെങ്കിൽ എന്താ, നിങ്ങളിപ്പോൾ ഈ എക്സാം എഴുതിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ SSLC എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങും. ഒരിക്കലും ഒരു 10ാം ക്ലാസ് പാസ്സായവർക്ക് നല്ല രീതിയിലുള്ള ജോലി നമുക്ക് ഒരിക്കലും കിട്ടില്ല. ജോലിയുടെ മാത്രമല്ല, നമുക്കൊരു ക്വാളിഫിക്കേഷൻ, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മൾ ഭാവിയിൽ നമ്മുടെ മക്കളും നമ്മുടെ പാരൻസും ഒക്കെ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കും. 10ാം ക്ലാസ്. പണ്ടത്തെ കാലത്ത് 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. SSLC പാസ്സാവുക, പ്രീ ഡിഗ്രി പാസ്സാവുക എന്നുള്ളത് വലിയ കാര്യം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും അല്ല. ഈ 10ാം ക്ലാസ്സോ 10ാം ക്ലാസ് പാസ്സാവാൻ ഒരു സബ്ജക്റ്റിൽ 4 മാർക്ക് ഉണ്ടായാൽ പാസ്സാവാൻ പറ്റൂലേ? പക്ഷേ നമ്മുടെ +2 റിസൾട്ട് ഒരു സബ്ജക്റ്റിൽ ഒരു വിഷയത്തിൽ ഒരു കൊല്ലം നമുക്ക് പാസ്സാവണമെങ്കിൽ 24 വേണം. അത് 6 സബ്ജക്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10ൽ 10 സബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അവിടെ 4 മാർക്ക് ഓരോ സബ്ജക്റ്റിൽ മതി. അത് കിട്ടിയ എല്ലാവരും പാസ്സായി. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സാവാന്ന് പറയുന്നത് വലിയ കാര്യമല്ല, പക്ഷേ +2 പാസ്സാവാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. എക്സാം എഴുതിയിട്ടാണെങ്കിലും അല്ലെങ്കിലും +2 പാസ്സാവാന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിയ 4 മാർക്കിൽ നിന്ന് 24 മാർക്കിൽ എത്ര ഇരട്ടി കഷ്ടപ്പാടും എത്ര ഇരട്ടി ഇമ്പോർട്ടൻസും അതിന് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പാസ്സായില്ലെങ്കിൽ, അപ്പോൾ ഒന്നാമത്തെ പാസ്സായില്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുന്നില്ല, ഡെസ്പായിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SSLC എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടും. പിന്നെ ആൾക്കാരുടെ കളിയാക്കലേ നിങ്ങൾ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, പാരൻസിൻ്റെ വക അവനെ പഠിക്കാൻ വിട്ടിട്ട് ഇത്രയിലേക്ക് ഒതുങ്ങി, ഒരു SSLCക്ക് ഒതുങ്ങി, പണ്ടത്തെ കാലം എന്നാൽ അങ്ങനെ കുറേ കുത്തുവാക്കുകൾ നമുക്ക് കേൾക്കാം. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങൾ പറയും എക്സാം എന്ന് എഴുതേണ്ട, അടുത്ത കൊല്ലം നോക്കാമെന്ന് പറയും. ഒരു കൊല്ലം നിങ്ങളുടെ പോയി. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം നിങ്ങൾ വെറുതെ നടക്കുമോ? ഡിപ്ലോമ കോഴ്സുകൾ പോലും നിങ്ങൾക്ക് മെച്യൂരിറ്റി മീൻസ് എന്താ പറയുക ഓപ്റ്റ് ചെയ്യാനായിട്ട് അവിടെ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടും എല്ലാം നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ എക്സാം ഉറപ്പിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ നമ്മൾ കൊമേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൊമേഴ്സ് ബാച്ചുകൾ അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കുട്ടികളാണെങ്കിൽ എക്കണോമിക്സ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഈ കൊമേഴ്സ് ബാച്ചിലെ മിസ്സിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് 1. ഇതിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. ഇനി എന്താണ് മിസ്സിൻ്റെ കൊമേഴ്സ് ബാച്ച് എന്ന് കൂടി പറഞ്ഞു തരാം. 100% നമുക്ക് ഉറപ്പ് തരാം. മിസ് പറയുന്നത് മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാച്ച് നിങ്ങൾക്ക് പുഷ്പം പോലെ ജയിക്കാനായിട്ട് സാധിക്കും. ഒരു മാസമല്ല മിസ്, ഒരു മാസം നമുക്ക് ധാരാളമാണ് കുട്ടികളെ. നമുക്ക് നല്ല രീതിയിൽ ഒരു മാസം നല്ല രീതിയിൽ മതി. നോക്കുക, നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ബാച്ച്, ഇപ്പം മിസ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് ഇതേപോലെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഡെയിലി ലൈവ് ക്ലാസ് ആണ്. ക്രാഷ് ബാച്ചിൻ്റെ ക്ലാസ്സുകളോ ഒന്നും നിങ്ങൾക്ക് ഇട്ട് തരില്ല.
ഈ വർഷം നമ്മളെടുത്ത ക്രാഷ് ബാച്ചുകളോ കഴിഞ്ഞ വർഷത്തെ സേ ബാച്ചുകളോ ഒന്നും നിങ്ങൾക്ക് ഇട്ട് തരില്ല. ഡെയിലി ലൈവ് ക്ലാസ് 2025 ന്യൂ വൺ ആയിട്ട് മിസ് നിങ്ങൾക്ക് എടുക്കുന്നത്. നിങ്ങൾ എൻ്റെ പുതിയ സ്റ്റുഡൻസ് ആണ്, ഫ്രഷേഴ്സ് ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സിൻ്റെ ടൈം എല്ലാം അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുക. ആ ടൈമിൽ കയറാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് പിന്നെ എപ്പോൾ വേണമെങ്കിലും കാണാം. എക്സാം ഓറിയൻറ്റഡ് ആയിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നോക്കും. ജയിക്കാനല്ലേ വേണ്ട, ഒന്ന് രണ്ട് പാഠം പഠിച്ചാലൊന്നും ജയിക്കാൻ പറ്റില്ല. എല്ലാ പാഠത്തിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം. അതായത് ഒരു പാഠം എടുത്തു, അതിൽ എല്ലാ വർഷവും, അതായത് മാർച്ചിലെ എക്സാമിനായാലും ഫൈനൽ എക്സാമിനായാലും സേ എക്സാമിനാണെങ്കിലും ഇംപ്രൂവ്മെന്റ് എക്സാമിനാണെങ്കിലും ഒക്കെ നമുക്ക് വരുന്ന എല്ലാ പാഠത്തിൽ നിന്നുള്ള ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യും. ഇനി മിസ്സിൻ്റെ ഹാൻഡ് റിട്ടൺ PDF ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് മാത്രം പഠിച്ചാൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെക്ഷൻ, അതായത് നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെയും സേ എക്സാമിൻ്റെയും മോഡൽ എക്സാം, അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം, ഓണം എക്സാം, ഇതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പഠിക്കും. പിന്നെ ഫസ്റ്റത്തെ ഒരു 10-20 ദിവസം നമ്മൾ ഈ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു ലാസ്റ്റത്തെ ഒരു വീക്ക് നമ്മൾ റിവൈഷൻ നടത്തും. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേ എക്സാമിന് പാസ്സാവാനല്ല A+ വരെ നമ്മൾ ആ സബ്ജക്റ്റിൽ വാങ്ങി കാണിച്ചു കൊടുക്കും. ഓക്കെ, അത് ഷുവറാണ്. അപ്പോൾ ഈ 4 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ എവ്രി വൺ. ഫീസ് വരുന്നത് 1000 പെർ സബ്ജക്റ്റ് ആണ്. ഒരു സബ്ജക്റ്റിന് 1000 ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഒരു സബ്ജക്റ്റിന് 1000. നമ്മൾ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇല്ലാത്ത സംഭവം 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരണം വേണ്ടേ. അത് ഓരോ ദിവസവും ഡെയിലി ലൈവ് ക്ലാസ്സസ്. അതുകൊണ്ടാണ് ആ ഒരു ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ജീവിക്കണം, വർഷം കളയാതെ പാസ്സാവണം, കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സ്റ്റഡീസ് കൊണ്ടുപോകണം എന്നുള്ളവരെ ഒന്നും ആലോചിക്കേണ്ട. എത്രയും വേഗം സേ ബാച്ചിന് പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ എത്രയും വേഗം പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.